ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ട. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാനൊന്നും മറക്കരുതേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതുവരെയും നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇത് കണ്ടോ, ഈ കൊഴുക്കട്ട എത്ര പെർഫെക്റ്റ് ആണെന്ന്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. കൊഴുക്കട്ട ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഞാനിവിടെ ചെമ്പാ റൈസിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് അത്ര വൈറ്റ് കളർ കിട്ടത്തില്ല, പക്ഷെങ്കിൽ ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയാണത്. ഇനിയും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒന്നിച്ച് ഒഴിച്ച് കുഴയ്ക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നല്ല തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുകയും അതുപോലെ തന്നെ നെയ്യൊക്കെ ചേർത്ത് കുഴയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊഴുക്കട്ട നല്ല സോഫ്റ്റായിരിക്കും, നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാനായിട്ട്. ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇത് തണുക്കണം. ഇത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ഫില്ലിങ് കൂടി റെഡിയാക്കി എടുക്കാം. കൊഴുക്കട്ടയുടെ ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് 1/2 കപ്പ് അവലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. ഞാനിവിടെ മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത്. അതാണ് വെള്ള അവലിനേക്കാളും ടേസ്റ്റി. അവലിവിടെ മൂത്തിട്ടുണ്ട്. ഇനിയും ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 200 ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അതൊന്ന് ചീകിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഇവിടെ ഉരുകിയിട്ടുണ്ട്. ഇനി അത് ഒരു പാനിലേക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഈ പാനിലേക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ശുദ്ധീകരിച്ച ശർക്കര അല്ലാത്തത് കൊണ്ട് അഴുക്ക് കാണും. അഴുക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളയുവാൻ വേണ്ടിയാണ് അരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയായിട്ടുണ്ട്. ഇതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഓയിൽ പോലെ ആയിരിക്കും. അതാണതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിരുമ്മിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കാം. തേങ്ങയുടെ വെള്ളമൊക്കെ ഇവിടെ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി ചേർത്ത് കൊടുക്കാം. അവൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെറുതെ ശർക്കരയും തേങ്ങയും വെച്ച് വേണമെങ്കിലും കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇങ്ങനെ ശർക്കര പാനിയാക്കി തേങ്ങ വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. മാവ് കുഴച്ചപ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൊഴുക്കട്ടയ്ക്ക് നല്ല മയം കിട്ടാനാണ്. ഇവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. കൊഴുക്കട്ടയുടെ മാവ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കട്ട വല്ലതുമുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്തു. ഇനിയും കയ്യിൽ ഒരല്പം മയം പുരട്ടി കുറച്ച് മാവെടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ച് ഒരുപോലെ വേണം പരത്താനായിട്ട്. ഇനി അതിൻ്റെ നടുവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ 1 സ്പൂൺ എടുത്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. വീണ്ടും കുറച്ച് മാവെടുത്ത് ഉരുട്ടി അത് പരത്തി അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാ കൊഴുക്കട്ടകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൊഴുക്കട്ട തിന്നാൻ ടേസ്റ്റി മാത്രമല്ല നല്ല ഹെൽത്തി കൂടിയാണ്. കാരണം സ്റ്റീം ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഇത് നല്ലതാണ്. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. കൊഴുക്കട്ടയെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം.
ഇനിയും ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയും ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കൊഴുക്കട്ട സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കൊഴുക്കട്ട ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്, കാണുമ്പോഴേ അറിയാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള കോക്കനട്ട് ജാഗറി ഡംപ്ലിംഗ് അഥവാ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിൽ ഫ്രീ ഡയറ്റുകാർക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് സാധാരണ കൊഴുക്കട്ടയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ അകത്തെ ആ ഫില്ലിംഗ് ഒക്കെ ഒന്ന് കണ്ടോ? ഇത് കാണുമ്പോഴേ അറിയാം എത്ര ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ലവ് യു.